ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത അമേസിങ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയ ഒരു കറി കൂടിയാണ്, അതുപോലെ വളരെ രുചികരമായിട്ടുള്ളൊരു കറി കൂടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് കാണാം. ഒരു 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി പീസാക്കി എടുത്തിരിക്കുന്നതാണ്. കഴിയുന്നതും ചെറിയ പീസാക്കാമെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ വലിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില. ഇനി വേണ്ടത് ഈ കറിക്ക് ആവശ്യമായ എരിവ്, പച്ചമുളക്. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 10ഓളം വെളുത്തുള്ളി, അതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അര സവാള, അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു നാരങ്ങയുടെ പകുതി, അതൊന്ന് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നന്നായിട്ട് അടിച്ച ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം കുരുമുളക് പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തൈര്. ഒരുപാട് പുളിയൊന്നുമില്ലാത്ത തൈരായിരിക്കണം. ഇപ്പോൾ രാവിലെ കുറച്ച് വൈകുന്നേരം എടുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുളി ഉണ്ടായിരിക്കരുത് അധികം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് കഴിയുന്നതും ചെറുതാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനിവിടെ തീരെ ചെറുതാക്കിയിട്ടില്ല, അല്പം വലുതായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ചിക്കൻ പീസ് ഇതുപോലെ അല്ലാതെ കുറച്ചുകൂടി തീരെ ചെറുതാക്കിയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അതായത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇങ്ങനെ വേവിച്ചെടുത്ത ചിക്കൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടെ അങ്ങ് തൂളി കൊടുക്കാം. തൂളി കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം അല്പം നാരങ്ങാനീരൂടെ ചേർത്ത് ഇളക്കി ഇങ്ങെടുത്താൽ നല്ല രുചികരമായ ചിക്കൻ കറി റെഡിയായി. അതുപോലെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ എണ്ണയൊക്കെ കൂടുതൽ ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ കറിയേക്കാളും ഒരുപാട് ആരോഗ്യപ്രദമാണ് ഈ ചിക്കൻ കറി. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോ, പിന്നെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പോൾ ചട്ടിയിൽ കറി വെച്ചത് കൊണ്ട് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, അതാണ് ചട്ടിയുടെ പ്രത്യേകത. ചൂട് നമുക്ക് ഒരിക്കലും പോകില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ കറി കൂട്ടാനുണ്ടല്ലോ, വെള്ളച്ചോറിൻ്റെ കൂടെ വളരെ നല്ലതാണ്. അതുപോലെ അപ്പം, ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. കുത്തരിച്ചോറിനേക്കാളും നല്ലത് വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയത്.